വിവാഹം എന്നത്, മംഗല്യം പലതും നമ്മൾ പറയാറുണ്ട്. പക്ഷെ നിക്കാഹ് എന്ന് പറയുന്ന പദം തനാക്കഹത്തുൽ അസ്ജാർ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്നാണ് പണ്ഡിത ഭാഷ്യം. തനാക്കഹത്തുൽ അസ്ജാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് മരങ്ങൾ തമ്മിൽ പിണഞ്ഞു നിന്ന് ഏത് മരത്തിൻ്റെതാണ് ഈ ശിഖിരം എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയുടെ പേരാണ് സത്യത്തിൽ നിക്കാഹ്. രണ്ട് മരങ്ങളുടെ ശിഖിരങ്ങൾ തമ്മിൽ പിണഞ്ഞു നിൽക്കുകയും ഏത് മരത്തിൻ്റെതാണ് ശിഖിരം എന്ന് തിരിച്ചറിയാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുടെ പേരാണ് തനാക്കത്തുൽ അസ്ജാർ. അതിൽ നിന്നാണ് നിക്കാഹ് എന്ന് പറയുന്ന പദം ഉണ്ടായത് എന്നാണ് അറബി ഭാഷയുമായി ബന്ധപ്പെട്ട ആളുകളുടെ സംസാരം. അതുകൊണ്ട് തന്നെ ഇത് രണ്ട് ബന്ധുക്കൾ തമ്മിൽ, അതേപോലെ തന്നെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ, രണ്ട് മഹല്ല് തമ്മിൽ, നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ, വേണ്ടപ്പെട്ടവരെല്ലാവരും കൂടിയുള്ള ഒരു സുന്ദരമായ ഒരു സംഗമമാണ് ശരിക്കും നിക്കാഹ്. സ്നേഹത്തിൻ്റെ ഭാഷയിൽ ദീർഘകാലം നീണ്ടു നിൽക്കേണ്ടുന്ന വലിയ ഒരു ആദർശത്തിൻ്റെ, വലിയൊരു സുന്നത്തിൻ്റെ ഒന്നാണ് നിക്കാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഓരോ ആണും പെണ്ണും തമ്മിൽ വലിയ ബന്ധങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ വലിയ പ്രതീക്ഷകളുണ്ട്. അത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓരോ ആണും പെണ്ണിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സ്നേഹവും അതേപോലെ തന്നെ കരുതലും, അതോടൊപ്പം തന്നെ മറ്റൊന്ന് കംപ്ലീറ്റ് സപ്പോർട്ട് എന്ന് പറയുന്ന ഒന്നാണ്. ഒരാണ് പ്രതീക്ഷിക്കുന്നത് അതാണ് ശരിക്കും, തന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ. സ്നേഹവും കരുതലും ഉണ്ടായാൽ മാത്രം പോരാ, എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായി മാറണമെന്നതാണ്. ഇതോടൊപ്പം തന്നെ ഭർത്താവ് അത് പ്രതീക്ഷിക്കുമ്പോൾ ഭാര്യ ഇത് മൂന്നും തന്നെ അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് സ്നേഹവും കരുതലും, അതിൻ്റെ കൂട്ടത്തിൽ കംപ്ലീറ്റ് സപ്പോർട്ട് എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതാണുള്ളത്. നമുക്കറിയാം, ആയിഷ റളിയല്ലാഹു തആല അൻഹയുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ തൻ്റെ പിതാവ് തന്നെ ശേഖരിക്കാൻ വന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലാണ് ആയിഷ ബി ഒളിഞ്ഞു നിൽക്കുന്നത്. തൻ്റെ പിതാവാണ് ശകാരിക്കുന്നതെങ്കിൽ പോലും തൻ്റെ അഭയം തൻ്റെ ഭർത്താവിൻ്റെ പിന്നാമ്പുറമാണ് എന്ന് തിരിച്ചറിഞ്ഞൊരു ഭാര്യയും, അതോടൊപ്പം എല്ലാ അർത്ഥത്തിലുമുള്ള പ്രൊട്ടക്ഷനും, അതോടൊപ്പം തന്നെ അങ്ങോട്ട് തിരിച്ച് എല്ലാ അർത്ഥത്തിലുമുള്ള സപ്പോർട്ടും. ഹിറാ ഗുഹയിലിരിക്കുന്ന സമയത്ത് ഖദീജ ബി റളിയല്ലാഹു തആല അന്ന് കയറി ചെന്ന് ഭക്ഷണം കൊടുത്ത് അതോടൊപ്പം ഒരു വിഷമവും പറയാതെ കംപ്ലീറ്റ് സപ്പോർട്ടാണ് കൊടുത്തത്. ഇതാണ് നമുക്ക് മാതൃക. അതുകൊണ്ട് തന്നെ ആ സപ്പോർട്ടും കെയറും സ്നേഹവും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പങ്കുവെച്ച് ദീർഘകാലം മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇവിടെ ഇരു കുടുംബത്തിലെയും ഇരു ബന്ധുത്വത്തിൻ്റെയും എല്ലാവരെയും ഒരേ അർത്ഥത്തിൽ ഇവിടെ അൽഹംദുലില്ലാഹില്ലദീ അമറനാ ബിന്നിക്കാഹി വനഹാനാ അനിസ്ഫാ والصلاة والسلام على سيدنا محمد خاتم النبيين وعلى آله وصحبه أجمعين. أما بعد، أيها الإخوان، اتقوا الله حق تقاته واعلموا أن النكاح سنة من سنن نبينا محمد صلى الله عليه وسلم، وهو من أعظم آيات الله في خلقه. قال تعالى: يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. وقال تعالى: ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. وقال تعالى: وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنيهم الله من فضله والله واسع عليم. وقال نبينا محمد صلى الله عليه وسلم: يا معشر الشباب من استطاع منكم الباءة فليتزوج فإنه أغض للبصر وأحسن للفرج ومن لم يستطع فعليه بالصوم فإنه له وجاء. وقال نبينا محمد صلى الله عليه وسلم: النكاح من سنتي فمن لم يعمل بسنتي فليس مني. تزوجوا فإني مكاثر بكم الأمم. أقول قولي هذا وأستغفر الله العظيم لي ولكم وأستعفيه عني وعنكم وعن جميع المسلمين واستغفروه إنه هو الغفور الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. زوجتك وانكحتك بنتي لميا إبراهيم بمهر هذه الولي من الذهب
تزويجها بهذا المهر المذكور ورضيت به. എൻ്റെ മകൾ ലമ്യ ഇബ്രാഹിമിനെ ഈ സ്വർണ്ണാഭരണങ്ങൾ മഹറിന് താങ്കൾക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു, ഇണയാക്കി തന്നു. താങ്കളുടെ മകൾ ലമ്യ ഇബ്രാഹിമിനെ ഈ മഹറിന് താങ്കൾ എനിക്ക് വിവാഹം ചെയ്തു തന്നതിനെ, ഇണയാക്കി തന്നതിനെ ഞാൻ സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു. അൽ ഫാത്തിഹ.